ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ വചനഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള ഭാഗങ്ങളാണ്. യേശുദമ്പുരാന്റെ അടുക്കിലേക്ക് വന്ന ഒരു കുഷ്ഠരോഗി അപേക്ഷിക്കുകയാണ്, കർത്താവെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയുന്നു. കർത്താവ് അവനോട് പറയാണ്, എനിക്ക് മനസ്സുണ്ട്. എന്നിട്ട് അവനെ തൊട്ടു, അവനെ സൗഖ്യമാക്കും. പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടുകളിൽ ഇങ്ങനെ മനസ്സലിയുന്നൊരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഒരുപാട് പേര് നമ്മുടെ പരിഗണനയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയൊരു പരിഗണന ചുറ്റുപാടുകൾക്ക് നൽകിയാൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകും. യേശുദമ്പുരാൻ അവനെ സൗഖ്യമാക്കുന്നത് അവന് നൽകിയ പരിഗണന കൊണ്ടാണ്. യഥാർത്ഥത്തിൽ പഴയ നിയമത്തിന്റെ പാരമ്പര്യത്തിൽ കുഷ്ഠരോഗി പാളയത്തിന് പുറത്ത് ജീവിക്കണം, അശുദ്ധൻ എന്ന് പറഞ്ഞ് മാറി നിൽക്കണം, അവനെ ആർക്കും തൊടാനൊന്നും കഴിയുകയൊന്നുമില്ല. ഈ സാഹചര്യത്തിലാണ് യേശുദമ്പുരാൻ അവനെ തൊടുകയും അവനോട് പറയാണ്, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാവുക എന്നുള്ളതൊക്കെ. ഇപ്രകാരം മറ്റുള്ള മനുഷ്യനെ പരിഗണിക്കുവാൻ നമ്മുടെ ക്രൈസ്തവ ജീവിതം കൊണ്ട് ഇടയാവുകയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവും കേട്ടോ. ചെറിയൊരു വാക്ക് മതി, സാരമില്ല, പോട്ടെ, വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന് പറയുന്ന മധുരകരമായ, ഇമ്പമുണർത്തുന്ന, കരുതലിന്റെ, മനസ്സലിവിന്റെ വാക്കുകൾ പ്രകടിപ്പിക്കുവാനെന്ന് കഴിയുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് തൊട്ട് തലോടി സ്നേഹത്തോടു കൂടി ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് അനേകരെ സൗഖ്യമാക്കുവാനായിട്ട് കഴിയും. പാളയത്തിന് പുറത്തുള്ള കുഷ്ഠരോഗിയെ പാളയത്തിനകത്തേക്ക് കൊണ്ടുവന്നത് തമ്പുരാന്റെ മനസ്സലിവ് കൊണ്ടാണെങ്കിൽ നമ്മുടെ മനസ്സൊന്ന് അലിഞ്ഞാൽ മതി, ഹൃദയമാകുന്ന പാളയത്തിന്റെ പുറത്ത് കിടക്കുന്ന അനേകരെ ഹൃദയത്തിനകത്തേക്ക് കൊണ്ടുവരുവാനായിട്ട്, സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഒറ്റവാക്കിൽ ഇതിനെ പറയുന്നത് പരിഗണന എന്നുള്ളതാണ്. മനുഷ്യനെ നമുക്ക് പരിഗണിക്കാം, ചുറ്റുപാടുകളെ ചേർത്ത് പിടിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.